ശുദ്ധ തെമ്മാടിത്തരം തന്നെയായി കാണിച്ചിരിക്കുന്നത്. അതിനെ ആരും ന്യായീകരിക്കുന്നില്ല. പറഞ്ഞൊരു കാര്യമാണ് ABC പഠിപ്പിക്കുന്നത്. ABC പഠിച്ചിട്ടല്ല ഞങ്ങൾ ഒരു വർഷത്തെ ബോർഡ് എക്സാം പോയി എഴുതിയത്. ഒന്നാമത്തെ കാര്യം. പിന്നാണെങ്കിൽ ഇതിനകത്ത് ആരോപിച്ചായിരുന്നു ഇവിടുത്തെ ഞങ്ങളുടെ വാർഡൻ സാറുമാർ കണ്ണുപിടിച്ചിട്ട് അവരെ തെറി വിളിക്കുന്നു. പിന്നെ ഇപ്പൊ റീഫണ്ട് കിട്ടാത്തതിന്റെ പേരിലാണ് അവർ ഇത്രയും കാര്യങ്ങളിലൂടെ പറഞ്ഞുണ്ടാക്കിയത്. അപ്പൊ ഇവര് തന്നെ പറയട്ടെ, ഇവർക്ക് എന്തെങ്കിലും ഇവിടെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? അതായത് +1 നിന്ന് പോയ ഒരു പയ്യൻ തന്നെയാണ് ഇത്രയും ഇങ്ങനെ പറയുന്നത്. അതായത് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും. ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ പേരൻസ്, അതായത് പേരൻസിന്റെ നിർബന്ധപ്രകാരമാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾക്ക് പോകാവുന്നു. ഇത്ര നാളായിട്ട് നമ്മുടെ വാടന്മാരെ വടിയെടുത്ത് പോലും നമ്മൾ നോക്കിച്ചിട്ടില്ല ബോയ്സ് ഹോസ്റ്റലിൽ. പിന്നെ ഇവിടെ ആ പോയ 2 പെൺകുട്ടികൾ പറഞ്ഞ ഒരു കംപ്ലൈന്റ് ആയിരുന്നു, വാർഡന്മാർ രാത്രി 12 മണി കഴിഞ്ഞിട്ട് വന്ന് ഡോറിൽ മുട്ടി ശല്യപ്പെടുന്നു, ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല എന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ സേഫ്റ്റി നോക്കാത്തൊരു മാനേജ്മെന്റ് ഒന്നും അല്ല ഒരിക്കലും ഇത്. ബോയ്സ് രാത്രി 12 മണിക്ക് ശേഷം കയറുന്നു, സെക്യൂരിറ്റി ഉറങ്ങിപ്പോയത് കൊണ്ടാണ് എന്ന് പറഞ്ഞു. ഒക്കെ ഉപയോഗിച്ചിട്ട് ഞങ്ങളെ ഹോസ്റ്റലിൽ കയറി. അപ്പൊ ഞങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലാവാനായിട്ട് ഉറങ്ങാൻ പറ്റുക? അപ്പൊ കുഞ്ഞുങ്ങളെ, നിങ്ങളെ എല്ലാം ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് നമ്മുടെ കുറച്ച് ദിവസം കൊണ്ട്, അതായത് 2 ദിവസം കൊണ്ട് നമ്മുടെ സ്കൂളിന്റെ പേരിൽ കുറേ വീഡിയോസ് വൈറലാവുന്നുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് പലരും പല രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് നമ്മുടെ സ്കൂൾ പൂട്ടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പല വീഡിയോസ് വരുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ ഇവിടെ 2 വർഷമായി പഠിക്കുന്ന +2 കുഞ്ഞുങ്ങളുടെ അടുത്ത് നിന്നും പുതിയതായി വന്ന +1കാരുടെ അടുത്ത് നിന്നും അറിയണം എന്നുള്ളത് കൊണ്ടാണ് നിങ്ങളിവിടെ വിളിച്ചേക്കുന്നത്. അപ്പൊ ഞാൻ അതിനകത്ത് ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുവാണ്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്തായാലും നിങ്ങളത് തുറന്നു പറയണം. നിങ്ങളെ ആരും ഇവിടെ നിർബന്ധിച്ച് ഇത് തന്നെ പറയണം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തിയേക്കും അല്ലല്ലോ. അതാദ്യമേ ചോദിച്ചേക്കട്ടെ. ഓക്കെ. ഞങ്ങളിവിടെ 2 വർഷമായിട്ട് +1 കഴിഞ്ഞിട്ട് ഇപ്പോൾ +2 പഠിക്കുന്ന സ്റ്റുഡൻസാ. ഞങ്ങൾ ഈ 1 വർഷത്തോളം കംപ്ലീറ്റ്ലി ഇവിടെ നിന്നിട്ട് ഇന്നേ വരെ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതുപോലെ മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ്, ടീച്ചേഴ്സ് ഞങ്ങളെ പഠിപ്പിക്കുന്നില്ല, ഫ്രീ പീരീഡ് ആണ്. ഞങ്ങൾ അങ്ങോട്ട് കെഞ്ചി ചോദിച്ചാൽ പോലും ഞങ്ങൾക്ക് ഇതൊരു ഫ്രീ പീരീഡ് ടീച്ചേഴ്സ് ഒന്നാമത്തെ കാര്യം തന്നിട്ടില്ല. അതുപോലെ ഒരു ക്ലാസ്സുകൾ പോലും ഞങ്ങൾക്ക് എടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ പറഞ്ഞൊരു കാര്യമാണ് ABC പഠിപ്പിക്കുന്നത്. ABC പഠിച്ചിട്ടല്ല ഞങ്ങൾ ഒരു വർഷത്തെ ബോർഡ് എക്സാം പോയി എഴുതിയത്. ഒന്നാമത്തെ കാര്യം. പിന്നെ ടീച്ചേഴ്സ് ചുമ്മാ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ്. അങ്ങനെ ഒരിക്കലും അല്ല, എല്ലാ ടീച്ചേഴ്സും ഞങ്ങൾക്ക് കറക്റ്റായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ ഫുഡിന്റെ കാര്യം, ഹോസ്റ്റലാകുമ്പോൾ ഒരിക്കലും 5 സ്റ്റാർ ഫുഡ് ഒരിക്കലും കിട്ടണമെന്ന് നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഹോസ്റ്റൽ ഫുഡിൻ്റെതായ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ ഓവർ പ്രശ്നങ്ങളോ ഫുഡ് കഴിച്ച് ഞങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ ഓരോ ഹോസ്റ്റലിലെ ഓരോ +1 +2 ഡിഫറൻസ് ആയാലും ഓരോ മെസ്സേജസിനെ വെച്ചിട്ടുണ്ട്. അവരതുപോലെ തന്നെ ഓരോ മാസം മാറ്റാറുണ്ട്. അപ്പോൾ ഫുഡിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ ആദ്യം ഞങ്ങളോട് പറയും. അപ്പോൾ ഞങ്ങൾ മെസ്സേജ് എഴുതുന്നുണ്ട്. അപ്പോൾ അവിടെ എഴുതിയിട്ട് അവിടെ നിന്ന് പ്രിൻസിപ്പൾ എടുത്ത് വൈസ് പ്രിൻസിപ്പളും കാണിച്ച് അവർ അവിടെ നിന്ന് പരിഹരിച്ചാൽ വിടുന്നത്. അപ്പം അത്രയും ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അവർ പരിഹരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫുഡിന് വെള്ളം കൊടുക്കുന്നു അങ്ങനെ പറഞ്ഞതൊക്കെ അത് സ്വാഭാവികമായിട്ട് ഹോസ്റ്റലാണല്ലോ, വീടല്ല. അപ്പൊ വീട്ടിൽ കിട്ടുന്നത് നമുക്ക് കറക്റ്റ് കുറുകിയ ചാറും അല്ലെങ്കിൽ കുറെ 2-3 തവി